കേരള ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷന്റെ നിർണായക സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിക്കും മറ്റ് ഭാരവാഹികൾക്കുമെതിരെ കടുത്ത നിലപാട് ഒരു കൂട്ടം ബാർ ഉടമകൾ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് യോഗം. മന്ത്രിമാരായ കെ എം മാണിക്കും കെ ബാബുവിനുമെതിരായ ബാർ കോഴ കേസിൽ സർക്കാരിനെ സംരക്ഷിക്കുന്ന നിലപാട് അസോസിയേഷൻ അവസാനിപ്പിക്കണമെന്ന് ഒരു കൂട്ടം ബാർ ഉടമകൾ ഇതിനോടകം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കടുത്ത അഭിപ്രായ ഭിന്നതകൾക്കിടെയാണ് ബാർ ഹോട്ടൽ അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നത്. അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ കർക്കശ നിലപാട് സ്വീകരിക്കാൻ ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി കൊച്ചിയിൽ ഇവർ പ്രത്യേക യോഗം ചേർന്നിരുന്നു. മന്ത്രിമാരായ കെ എം മാണിക്കും കെ ബാബുവിനുമെതിരായ കോഴ ആരോപണത്തിൽ വിജിലൻസിന് മുൻപാകെ നുണപരിശോധനയ്ക്ക് ഹാജരാകുന്ന കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ശക്തമാണ്. ഈ യോഗത്തിന് ശേഷം നുണപരിശോധനയുടെ കാര്യത്തിൽ നിലപാട് അറിയിക്കാമെന്നാണ് ബാർ ഉടമകൾ കോടതിയിൽ നൽകിയിരിക്കുന്ന ഉറപ്പ്. സർക്കാരിനെ സംരക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് ബാർ ഉടമകൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അഴിമതി ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്ന വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിന് അംഗങ്ങൾക്കിടയിൽ പിന്തുണയും കൂടിയിട്ടുണ്ട്. എലഗൻ ബാർ ഉടമ ബിനോയിയുടെയും സുനിൽകുമാറിന്റെയും നേതൃത്വത്തിൽ ഒരു വിഭാഗം ബാർ ഉടമകൾ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിക്കെതിരെ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിലെ കേസുകളും സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത് എന്നാണ് ഔദ്യോഗിക വിശദീകരണമെങ്കിലും കാര്യങ്ങൾ ഇതിൽ ഒതുങ്ങി നിൽക്കില്ലെന്ന് ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങളും യോഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ഏജൻസിയാണ് സുരക്ഷയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അംഗങ്ങളെ പരിശോധിച്ചതിന് ശേഷമേ യോഗവേദിയിലേക്ക് കയറ്റിവിടൂ. അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയാണെങ്കിൽ സമാന്തര സംഘടന രൂപീകരിക്കുന്നതും പലരുടെയും അജണ്ടയിലുണ്ട്. ബിജു രമേശിന്റെ നേതൃത്വത്തിൽ ബാർ ഉടമകൾ നേരത്തെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. അസോസിയേഷൻ നടത്തിയ പണപ്പിരിവിന്റെ കണക്കാവശ്യപ്പെട്ട് ഭാരവാഹികൾക്കുമേൽ അംഗങ്ങളുടെ സമ്മർദ്ദമുണ്ടാകും. മന്ത്രിമാർക്ക് പണം നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാകും. റിപ്പോർട്ടർ, കൊച്ചി.